ഹലോ. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് വെയിൽ വെച്ച് തുടങ്ങിയത്. അപ്പം ഞാൻ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. അപ്പോൾ ഋതുട്ടൻ എൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബോറടിയാണ് ഫുൾ ടൈം. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ കറിയും കൂടി വെക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക്. പിന്നെ ഞാൻ അതൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്തൊക്കെ കൊടുത്തു. അപ്പോൾ ഇടക്കിടയ്ക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്. എന്നാലും സീസൺ അല്ലാത്തതുകൊണ്ട് അത്ര കാര്യമായിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുക്കിംഗ് ചെയ്ത പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി പണികളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ വീണ്ടും ഒരെണ്ണം കൂടി കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി. ചെറുതായിട്ട് മധുരമൊക്കെ ഉണ്ട്, ചെറിയതാണ്, പക്ഷേ വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കറിയൊക്കെ റെഡിയാക്കി. ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്, കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോഴത്തേഴും അത്യാവശ്യം മഴക്കാർ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി എടുക്കാൻ വേണ്ടി ഞാൻ മുകളിൽ പോയി. അപ്പം അത് കഴിഞ്ഞ് തുണിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ചോറ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേഴും ഞാൻ അവനൊരു മക്കാനയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചാണ്, സെപ്റ്റോന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് എപ്പോഴും ഉറങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ അവനെ കിടത്തി ഉറക്കിയിട്ട് എനിക്ക് കുറച്ച് PhD വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ ഒരു വർക്കിലേക്ക് ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അവൻ അവിടെ കിടന്നിട്ട് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.